പ്രൈസ് ദി ലോർഡ്. നമുക്ക് സങ്കീർത്തനം 46 ഒന്ന് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവമക്കളെ, കോരകപുത്രന്മാര് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതിയതാണ് 46 സങ്കീർത്തനം. അതിൽ കോരകപുത്രന്മാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവർ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വച്ച് മോശയോട് പിറുപറുത്തു. ദൈവം അത് കണ്ടു. ഭൂമി പിളർന്ന് നാഥാനെയും അബിരാമിനെയും കോരഖിനെയും എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. മോശ പറഞ്ഞു, ദൈവത്തിന്റെ ഭാഗത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കോരഖ പുത്രന്മാർ അപ്പന്റെയും അമ്മയുടെയും കൂടെ നിന്നില്ല. അവർ ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിന്നു. അവരെ ഭൂമി പിളർന്ന് ജീവനോടെ പാതാളത്തിലേക്ക് പോയി. 42 മുതൽ കോരകപുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങളാണ്. കോരകപുത്രന്മാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ജീവിതത്തില് എല്ലാ പ്രയാസങ്ങളുടെയും നടുവില് കോരകപുത്രന്മാർ പറയുകയാണ്, ദൈവമാണ്, ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് കോരകപുത്രന്മാർ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് കോരകപുത്രർ അത് പറയുന്നത്. നമുക്ക് മോശയുടെ ആവർത്തന പുസ്തകം 33 അധ്യായം 27 വാക്യം, 33 അധ്യായം മോശയുടെ ഒരു വിടവാങ്ങൽ പുസ്തകമാണ്. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹമാവിത് ഇസ്രായേൽ മക്കളോട് അനുഗ്രഹിച്ച് മോശ തന്റെ മരണത്തിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് താൻ വിടവാങ്ങി പോവുകയാണ്. 120 വയസ്സാകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മോശയെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റുകയാണ്. അതുകൊണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. മോശ പറയുകയാണ്, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കളയും. ദൈവത്തിന്റെ ശാശ്വതമായ ഭുജം നിങ്ങൾക്ക് കീഴെയുണ്ട്. പുരാതനമായ ദൈവമുണ്ടല്ലോ, ആ ദൈവമാണ് നമ്മുടെ ഇസ്രായേൽ മക്കളുടെ സങ്കേതം. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ് സംഹരിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അവൻ എന്താണ്? അവൻ ശത്രുക്കളെ നീക്കിക്കളഞ്ഞ് സംഹരിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. 2 ശമൂവേൽ 22 അധ്യായം 3 വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും, എൻ്റെ പരിചയം, എൻ്റെ രക്ഷയും, എൻ്റെ ഗോപുരവും, എൻ്റെ സങ്കേതവും തന്നെ. ദാവീദ് മഹാരാജാവ് തന്റെ സകല ശത്രുക്കളിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് പാടിയ ഒരു ഭാഗമാണ് ഇത്. അവൻ യഹോവയ്ക്ക്, കാരണം ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിന്റെ പുറകെ ഓടിയെത്തുന്നു. ദാവീദിന്റെ മകനായ അബ്ശലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിന്റെ പുറകെ ഓടിയെത്തുന്നു. ഈ എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദാവീദിനെ ദൈവം വിടുവിച്ചു. അങ്ങനെ ദൈവം വിടുവിച്ചതിനു ശേഷം ദാവീദ് ദൈവത്തിന് പാടുകയാണ്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ പാറയായ ദൈവം, അവന് ഞാൻ ആശ്രയിക്കും, എൻ്റെ പരിചയം, എൻ്റെ രക്ഷയുടെ കൊമ്പും, എൻ്റെ ഗോപുരവും, എൻ്റെ സങ്കേതവും തന്നെ. ആ ദൈവം ആ ദൈവത്തെ ഓർത്ത് അവൻ പാടുകയാണ്. ഹല്ലേലൂയ. ദാവീദിനെ തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് എഴുതുകയാണ്, എൻ്റെ രക്ഷ ദൈവമാണ്, ദൈവമാണ് എന്നെ രക്ഷിച്ചത്, അവനാണ് എൻ്റെ ആശ്രയം. ഹല്ലേലൂയ. അവൻ എന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, അബ്ശലോം എന്ന എൻ്റെ മകന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷിച്ചു, സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു, ഞാൻ അവന് പാടും. അങ്ങനെ ദൈവത്തെ പാടി പൂഴ്ത്തുകയാണ് ദാവീദ്. അതുകൊണ്ടാണ് ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ സങ്കേതവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യത്തിൽ പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. യഹോവയായ ദൈവം നമുക്ക് ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ മക്കളോട് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്.
നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ ജീവിതയാത്രകളിൽ പക്ഷേ നമുക്ക് ഓളങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ ദൈവം പറയുകയാണ്, മക്കളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട. യേശുവിന്റെ കൂടെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തപ്പോൾ കടലിലെ ഓളങ്ങളുണ്ട്, തിരമാലകളുണ്ട്, പടക് മുങ്ങുവാനായി. പക്ഷെ യേശു അമരത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിന് പറയാണ്, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ തന്നെ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ്. യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എങ്കിലും അത് നാശത്തിനായിട്ടല്ല, അത് നമ്മളെ കൂടുതൽ ശക്തീകരിക്കുന്നതിനാണ്. ഹല്ലേലൂയ, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, യഹോവയാണ് നമ്മുടെ ശക്തി, ദൈവമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസവും ബുദ്ധിമുട്ടുവോ അതവനെ നശിപ്പിക്കുന്നതിനല്ല, ഹല്ലേലൂയ, അതവനെ ശക്തീകരിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് നെഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദോഷിൽ ശരണമാകുന്നു, അവങ്കിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവനെ ആരറിയുന്നു? ദൈവം അറിയുന്നു. യഹോവ ആരാണ്? യഹോവ നല്ലവനും കഷ്ടദോഷത്തിൽ ശരണവുമാകുന്നു. നമ്മുടെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ദൈവം നമുക്ക് ശരണമാണ്. അവങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നു എങ്കിൽ ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവം നമ്മോട് പറയുകയാണ്, നമ്മൾ ഇസ്രായേൽ മക്കളാണോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? ഹല്ലേലൂയ, വിശ്വാസ സ്നാനമേറ്റ യേശുവിന്റെ രക്തത്താൽ മുദ്ര ഉദ്ധപ്പെട്ട് യേശുവിന് വേണ്ടി വിശ്വാസം യേശുവിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും സ്നാനമേറ്റുകയും ചെയ്ത നിങ്ങളാണോ? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും വിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ, ദൈവമാണ് എനിക്ക് തുണ. ദൈവം എനിക്ക് തുണയാണെങ്കിൽ മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഹല്ലേലൂയ, കർത്താവ് എനിക്ക് പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ദൈവം നമുക്ക് തുണയെങ്കിൽ ഹല്ലേലൂയ, മനുഷ്യർക്ക് നമ്മളോട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ആ ജീവിതയാത്രയിൽ ഏതൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ദൈവം അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വീണ്ടും വരാം. ഹല്ലേലൂയ, സങ്കീർത്തനം 46-ാം അധ്യായം 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതമാണ്, ഹല്ലേലൂയ, ബലമാണ്, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങിയ സമുദ്രത്തിൽ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കറങ്ങിയാലും, അതിലെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശ്വനിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ദൈവമാണ് നമ്മുടെ സങ്കേതം. അവൻ നമ്മുടെ സങ്കേതവും മാത്രമല്ല, അവൻ നമ്മുടെ ബലമാണ്. അല്ലെ, കോരകപുത്രന്മാര് അവരുടെ ജീവിത യാത്രയിൽ അവരുടെ അപ്പനും അമ്മയും ഹല്ലേലൂയ എല്ലാവരും മരിച്ചുപോയി. പക്ഷേ ഇവർ മാത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാറി നിന്നപ്പോൾ ഇവർ പറയുകയാണ്, ദൈവമാണ് എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ സങ്കേതം. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഹൃദയം നുറുങ്ങി അവർ പറയുകയാണ്, ദൈവമാണ് എൻ്റെ സങ്കേതം. ദാവീദ് അങ്ങനെ പറയുകയാണ്, ദൈവമാണ് എൻ്റെ സങ്കേതം. കാരണം ദാവീദ് പറയുവാനുള്ള കാരണമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവായി ഹല്ലേലൂയ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി മക്കളെ വിളിക്കുവാൻ യെശയ്യായോട് ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ ദാവീദിനെ മാത്രം വിളിച്ചില്ല, അപ്പനും അമ്മയും അവനെ മറന്നുപോയി. അപ്പോൾ
ദൈവം അവനെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാണ്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടിക്കുകയാണ്. അബ്സലോം തന്റെ മകനായ അബ്സലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടിക്കുകയാണ്. സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദാവീദിനെ രക്ഷിച്ചു. ദാവീദ് രക്ഷിച്ചിട്ട് ദാവീദ് വന്ന് ദൈവത്തെ പാടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് വന്നിട്ട് ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ് ദാവീദ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ഹല്ലേലൂയ. അവൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും സമുദ്രത്തെ വീണാലും ഹല്ലേലൂയ, അതിലെ വെള്ളം വിരച്ചു കലങ്ങിയാലും അതിന് കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിപ്പോയാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. നാം ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. ജീവിതയാത്രയിലുടനീളം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് യോഹന്നാൻ ദൈവത്തിന്റെ മാറോട് ചേർന്ന് ജീവിച്ചതുപോലെ അവന്റെ മാറോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.